ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു ക്രാഫ്റ്റ് വീഡിയോ എന്നല്ല, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. നമുക്കിന്നൊരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റാക്കാം. എനിക്ക് സ്ഥിരമായിട്ട് ഓർഡർ തരുന്ന ഒരു കസ്റ്റമർ തന്നെയാണ് കേട്ടോ ഈ ഹാമ്പറിന് ഓർഡർ തന്നിട്ടുള്ളത്. അവർ തൃശ്ശൂരാണ്. മുന്നേ അവർ ഓർഡർ തന്നത് ഹസ്ബൻഡിന് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ തന്നിട്ടുള്ളത് ഒരു ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഗേൾ ആയതുകൊണ്ട് തന്നെ ഞാനൊരു പിങ്ക് കളർ തീമിലുള്ള ബോക്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ വെക്കേണ്ട കുറച്ച് ഐറ്റംസൊക്കെ കസ്റ്റമർ തന്നെ നമുക്ക് അഡ്രസ്സിലോട്ടേക്ക് സെൻഡ് ചെയ്ത് തരുക ചെയ്തിട്ടുണ്ടായത്. ഗേളിനായതുകൊണ്ട് തന്നെ കൂടുതലും ഓർണമെൻറ്റ്സും മേക്കപ്പ് പ്രൊഡക്ട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മളിതാ ബോക്സ് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചു കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവരെനിക്ക് സെൻഡ് ചെയ്ത് തന്ന് കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ട്. ഒരു A5 ഫ്രെയിം സെറ്റ് ചെയ്യുമോ ചോദിച്ചിട്ട് അവർ കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയിട്ട് കാണാം. പിന്നെ ആ വീഡിയോ കണ്ടവരാണെങ്കിൽ ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫ്രെയിം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കസ്റ്റമർ അയച്ച് തന്ന് കുറച്ച് ഐറ്റംസ് കാണാം. പിന്നെ കുറച്ചൊന്നല്ല കേട്ടോ, കുറച്ചധികം തന്നെ ഐറ്റംസ് എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വരുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പൗച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചധികം തന്നെ ചെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് ഇങ്ങനൊരു ബോക്സാണ്. ഇതിൽ കുറച്ച് വൈപ്സ് ഉണ്ടായിരുന്നു, പിന്നെ കാജൽ, ഐലൈനർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ചധികം തന്നെ ഹെയർ ആക്സസറീസ് കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാക്കേജ് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതെങ്ങനെയാണ് പാക്ക് ചെയ്യുക, ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നൊക്കെ ചിന്തിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആ കുട്ടിക്ക് കിട്ടുന്ന ടൈമിൽ ആ കുട്ടി എത്രത്തോളം ഹാപ്പി ആയിരിക്കും അല്ലേ. പിന്നെ ഇതാ നെക്സ്റ്റ് ബോക്സ് ഇതാണ്. ഇതിൻ്റെ ഉള്ളിലും വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു. അതിൽ ബാങ്കിൾ വെച്ചിട്ടുണ്ട്, കുറച്ച് ഇയറിങ്സ് ഉണ്ട്, പിന്നെ റിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ബോക്സിൽ ഒരു അടിപൊളി വാച്ച് ഉണ്ടായിരുന്നു. ഫൈനലായിട്ട് കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു ബോക്സ് കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പാക്ക് ചെയ്തെടുക്കണം. അതിന് ഞാൻ എൻ്റെ കയ്യിലുള്ള വേറൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വന്ന ഐറ്റംസ് എല്ലാം ഞാൻ ഈ ഒരു ബോക്സിലേക്ക് ഇടുക ചെയ്യുന്നത്. എല്ലാം ഇടുന്നില്ല, ഇതിൽ കൊള്ളുന്ന മാക്സിമം ഐറ്റംസൊക്കെ ഞാൻ ഇതിൽ ഇട്ടിട്ട് ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ബോക്സ് നല്ല അടിപൊളിയായിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ആക്കി വെച്ച ഫ്രെയിം ഉണ്ടല്ലോ, അതിന് നമുക്കൊന്ന് തെർമോക്കോൾ വെച്ചിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ തെർമോക്കോൾ വെച്ച് പാക്ക് ചെയ്യുന്നത് നമുക്ക് അത്രയും സേഫായിട്ട് അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് തൃശ്ശൂർ എത്തേണ്ട സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് അത്രയും സേഫായിട്ട് അവിടെ കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് പാക്ക് ചെയ്യണം.
അങ്ങനെ ഇതാ നമ്മൾ ഫ്രെയിം പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാനിത് ആ ബോക്സിൽ തന്നെ വെച്ചിട്ട് ചെയ്യാനാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ നമ്മൾ പാക്കിങ് വരുമ്പോഴേക്ക് നമുക്ക് ആ ബോക്സിൽ ഇത് കൊള്ളുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിത് വേറെ തന്നെ പാക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ സെറ്റാക്കി വെച്ച എല്ലാ ഐറ്റംസും ഈ ബോക്സിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ കുറച്ച് തെർമോക്കോള് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഹൈറ്റിൽ ഈ എല്ലാ സാധനം സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഹൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് തെർമോക്കോൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ എല്ലാം വരുന്ന ഈ ഒരു ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ക്യൂട്ടായിട്ടുള്ള പൗച്ചാണ്. ഈ പൗച്ച് ഇങ്ങനെ ഇതിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഹൈറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി തെർമോക്കോൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ പൗച്ച് വെച്ച് കൊടുത്തത്. എന്നിട്ട് പിന്നെ നമുക്ക് വാച്ചിൻ്റെ ബോക്സ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് റിബൺ ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കുറച്ച് ചോക്ലേറ്റ്സ് കൂടി ആഡ് ചെയ്യാൻ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫൈനലി നമുക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് 2 ഫ്ലവർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബോക്സ് എങ്ങനെയുണ്ട്? അടിപൊളിയായി വന്നിട്ടില്ലേ? പിന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കാർഡ്സ് ഒന്നും വെച്ചിട്ടില്ല. അതിന് പകരം നമുക്ക് ഈ ബോക്സിൻ്റെ മുകളിലേക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ കട്ടൗട്ട് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഈ കട്ടൗട്ടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക ചെയ്തത്. പിന്നെയാണ് മനസ്സിലായത് ഇതൊരു സ്റ്റിക്കറായിട്ട് നമുക്ക് പീൽ ഓഫ് ചെയ്യാൻ പറ്റുന്നതാണെന്ന്. എന്നിട്ട് ഞാനത് പീൽ ഓഫ് ചെയ്തിട്ട് ബോക്സിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മളെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അങ്ങനെ കസ്റ്റമർക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ ഗിഫ്റ്റ് ബോക്സ് നല്ല അടിപൊളിയായിട്ട് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തെർമോക്കോൾ വെച്ച് പാക്ക് ചെയ്ത ഫ്രെയിം നമുക്ക് ആ ബോക്സിൽ കൊണ്ടില്ലല്ലോ. അപ്പോൾ ഇത് ഇനി സെപ്പറേറ്റ് ചെയ്ത് ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചാണ് ഞാനിത് കൊറിയർ അയക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിം ഒന്ന് ഇതുപോലെ വേറൊരു പേപ്പർ യൂസ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 2 ഐറ്റംസ് ഇവിടെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കസ്റ്റമർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.